അടുത്ത ചോദ്യം 16 × 4 - 48 + 10 ഹോൾ ഡിവൈഡ് ബൈ 8 + 25 ഹരിക്കണം 5. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 16 × 4 - 48 + 10 ഡിവൈഡഡ് ബൈ 8 + 25 ഹരിക്കണം 5. നമ്മൾ ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ ഈ ഓർഡറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 16 × 4 ചെയ്യുമ്പോൾ നമുക്ക് 64 കിട്ടും. -48 + 10 അവിടെ ഉണ്ട് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആദ്യം ഈ ഡിവിഷൻ ചെയ്യണം. 25/5 5. അപ്പോൾ ഇവിടെ 8 + 5 വരും. ഇനി 64 ഉം 10ഉം 74. 74 നിന്ന് 48 പോയി കഴിഞ്ഞാൽ 26 ഡിവൈഡഡ് ബൈ 8 + 5 13. 26/13 എത്ര? 2. അപ്പോൾ നമ്മുടെ ആൻസർ 2 ആണ്. ഓപ്ഷൻ ബി ആണെന്ത് ആൻസർ. അടുത്ത ചോദ്യം 2/5 + 1/4 എത്ര? 2/5 + 1/4 എത്ര? ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 8 × 2 8 പ്ലസ് 1 × 5 5 ഡിവൈഡ് ബൈ 5 × 4. 8 + 5 13, 4 × 5 20. അപ്പോൾ 13/20. ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം 3600-ന്റെ 40% എത്ര? 3600-ന്റെ 40% നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 3600-ന്റെ 1% കാണണം, എന്നിട്ട് 40 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3600-ന്റെ 1% എന്ന് പറഞ്ഞാൽ 3600 ഡിവൈഡ് ബൈ 100 ആണ്. ഇതാണ് 1%. ഇൻറ്റു 40 ചെയ്താൽ 40% കിട്ടും. അപ്പോൾ ഈ സീറോയും ഇതും വെട്ടിക്കഴിഞ്ഞാൽ 36 × 40. 36 × 40 എത്ര കിട്ടുക? 36 × 40 1440 കിട്ടും. എത്ര? 1440. ഓക്കെ, അപ്പോൾ 3600-ന്റെ 40% എന്ന് പറഞ്ഞാൽ 1440 ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ അങ്ങനെ ഒരു ആൻസർ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മേ ബി ഡിലീറ്റഡ് ആയിരിക്കാം. അടുത്ത ചോദ്യം 1400 രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങി 15% നഷ്ടത്തിന് വിറ്റാൽ സൈക്കിളിന്റെ വിറ്റ വില എത്ര? അപ്പോൾ ഒരാൾ സൈക്കിൾ വാങ്ങിയത് 1400 രൂപക്കാണ്. ഓക്കെ, ഇതാണ് കോസ്റ്റ് 1400 രൂപ. ഇത് വിറ്റത് 15% നഷ്ടത്തിലാണ്. 15% നഷ്ടത്തിൽ. അപ്പോൾ വിറ്റ വില എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 85%-ത്തിലായിരിക്കും വിറ്റിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വിറ്റ വില കാണാൻ 1400-ന്റെ 85% എത്ര എന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ 1400-ന്റെ 1% എന്ന് പറഞ്ഞാൽ 1400/100 ആണ്. ഇൻറ്റു 85 ചെയ്താൽ 85% കിട്ടും. അപ്പോൾ 0 വെട്ടി ഇത് രണ്ടും വെട്ടിയാൽ 14 × 85. 14 × 85 ആണ് വിറ്റ വില. എത്ര കിട്ടുക? 14 × 85 1190 ആണ് ആൻസർ. എത്ര? 1190. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 2:3 ആണ്. അവയുടെ തുക 225 ആയാൽ വലിയ സംഖ്യ ഏത്? അപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് 2 സംഖ്യകളുടെ അംശബന്ധം 2:3 എന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരു സംഖ്യ 2x ആണെങ്കിൽ മറ്റേ സംഖ്യ 3x ആണ്. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇനി അവയുടെ തുക 225 എന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2 സംഖ്യകളുടെ തുക, അതായത് 2x + 3x എത്ര? 225 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യ ഏത്? ഇതിൽ വലിയ സംഖ്യ 3x ആണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് 3x ആണ്. അപ്പോൾ എക്സിൻ്റെ വില കണ്ടെങ്കിലേ നമുക്ക് 3x കാണാൻ പറ്റുള്ളൂ. എക്സിൻ്റെ വില ഇതിൽ നിന്ന് കാണാം. 2x + 3x 5x ആണ്. 5x = 225. സോ x = 225/5. 5 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 20-ൽ 4, ശിഷ്ടം 2, 25-ൽ 5. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരിക? 45. എക്സിൻ്റെ വില 45 ആണ്. അപ്പോൾ വലിയ സംഖ്യ എന്ന് പറയുന്നത് 3x ആണ്. സോ 3 × 45. 3 × 45 എത്ര വരിക? 150 135 അല്ലേ വരിക അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ 135 ആണെന്ത് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം 12 പേര് 24 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി 16 പേര് എത്ര ദിവസം കൊണ്ട് തീർക്കും?
അതായത് 12 പേര് 24 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി 16 പേര് എത്ര ദിവസം കൊണ്ട് തീർക്കും? അപ്പോൾ 12 പേര് 24 ദിവസം കൊണ്ട് തീർക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ദിവസത്തെ വർക്കായി, എത്ര പേരുടെ വർക്കായി? 12 × 24 വിച്ച് ഈസ് ഈക്വൽ ടു സെയിം വർക്ക് തന്നെയാണ്. 16 പേര് എത്ര ദിവസം കൊണ്ട് തീർക്കും? അപ്പോൾ ദിവസം ഞാൻ ഡി ആയിട്ട് എടുത്താൽ നമുക്ക് ഡി ആണ് കാണേണ്ടത്. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ 12 × 24 ഡിവൈഡ് ബൈ 16. അപ്പോൾ ഇവിടെ നമ്മൾ 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 6, ഇവിടെ 8, വീണ്ടും 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 3, ഇവിടെ 4, 4നെയും 24നെയും വെട്ടിയാൽ 5 1 6. അപ്പോൾ 3 × 6 18 ദിവസം. എത്രയാണ്? 18 ദിവസം. ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ M1 D1 ഈക്വൽ ടു M1 അല്ല N1 കേട്ടോ. N1 D1 ഈക്വൽ ടു N2 D2. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പേഴ്സൺ, D1 എന്ന് പറഞ്ഞാൽ ഡേയ്സ്. ഓക്കെ, N2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കേസിലെ നമ്പർ ഓഫ് പേഴ്സൺ, D2 എന്ന് പറഞ്ഞാൽ ഡേയ്സ്. ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഇത് സോൾവ് ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം ശരാശരി കാണുക. 12, 14, 17, 22, 28, 33 ഇതിലെ ശരാശരി കാണും. 12, 14, 17, 22, 28, 33 ഇതിൻ്റെ ശരാശരി കാണും. ശരാശരി കാണാന്ന് പറഞ്ഞാൽ എല്ലാം കൂട്ടിയിട്ട് എത്ര സംഖ്യകളുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് ശരാശരി, ആവറേജ്. എത്ര സംഖ്യകളുണ്ട്? 1 2 3 4 5 6. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം ആവറേജിൻ്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ n നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഇത് നമ്മൾ പ്ലസ് ചെയ്യണം. പ്ലസ് ചെയ്യാന്ന് പറഞ്ഞാൽ മുകളിലത്തെ എല്ലാം കൂട്ടുക. 3 3 8 11 11 2 13 13 7 20 20 4 24 24 2 26. 26ക്ക് 6 ഇടും, ശിഷ്ടം 2. പിന്നെ 3 2 5 5 2 7 7 1 8 8 1 9 9 1 10 10 2 12. 126 ന്യൂമറേറ്ററിൽ വരും, ഡിനോമിനേറ്ററിൽ 6 ഉണ്ട്. അപ്പോൾ നമ്മൾ വെട്ടിയാൽ 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 3 വരും, 12ൽ 6, പിന്നെ ഇവിടെ 3 വരും. 63ൽ എത്ര 3 ഉണ്ട്? 21. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് 21. ഓപ്ഷൻ എ ആണെന്ന് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം 4n ഈക്വൽ ടു 256 ആയാൽ n എത്ര? 4n ഈക്വൽ ടു 256 ആയാൽ n എത്ര? അപ്പോൾ നമ്മൾ ഈ 256നെ നമ്മൾ 4 എന്താക്കി എഴുതാൻ പറ്റും എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 286നെ നമുക്കറിയാം 256 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് കാണാം. 4n ഈക്വൽ ടു 4 എന്ന് വെച്ചാൽ n ഈക്വൽ ടു എത്രയാണ്? 4 ആണ്. n ഈക്വൽ ടു 4, എൻ്റെ വില 4 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് അറിയില്ലെങ്കിൽ നമ്മൾ 256നെ ഫാക്ടറൈസ് ചെയ്യണം. 2 കൊണ്ടാണ് ഫാക്ടറൈസ് ചെയ്താൽ 256ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 127 ആണ്. 125 12 8 128 ആണ്. വീണ്ടും 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 64, വീണ്ടും 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 32, വീണ്ടും 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 16, 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 8 4 2 ഇങ്ങനെ വരിക. അപ്പോൾ 2 × 2 × 2 × 2 × 2 × 2 × 2 × 2. അപ്പോൾ നമ്മൾ 4ൻ്റെ ടേംസിലായതുകൊണ്ട് ഓരോ 4 4 ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ എത്ര 4 ഉണ്ട്? 4 × 4 × 4 × 4 4 ആണ് 256. അങ്ങനെ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ n ഈക്വൽ ടു 4. ഓപ്ഷൻ ഡി ആണെന്ത് ആൻസർ. അടുത്ത ചോദ്യം ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 52 സെൻറ്റിമീറ്റർ ആയാൽ ഒരു വശത്തിൻ്റെ നീളം എത്ര? അപ്പോൾ ഒരു സമചതുരം എന്ന് പറഞ്ഞാൽ ഇതാണ്. സമചതുരം എന്ന് പറഞ്ഞാൽ ഇതാണ് സമചതുരം. സമചതുരത്തിൻ്റെ പ്രത്യേകത എന്താ? നീളവും വീതിയും ഒക്കെ സെയിം ആയിരിക്കും, 4 വശവും സെയിം ആയിരിക്കും. ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ a + a + a + a 4a ആണ് ചുറ്റളവ്. 4a എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാണ്? 52 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിൻ്റെ നീളം a ആണ് നമുക്ക് കാണേണ്ടത്. 4a = 52 ആണെങ്കിൽ a = 52/4
അല്ലേ? 2 കൊണ്ട് കിട്ടിയാൽ ഇവിടെ 2, ഇവിടെ 26, 26/2 എന്ന് പറയുമ്പോൾ 13 വരും. അപ്പോൾ എ എത്രയാണ്? 13. ഓപ്ഷൻ സി ആണെന്ത് ആൻസർ. അടുത്ത ചോദ്യം പൂരിപ്പിക്കുക. 2, 5, 9, 14, 20 ഡാഷ്. 2, 5, 9, 14, 20 ഡാഷ്. അപ്പോൾ നമ്മൾ ഓരോ ടേമിൻ്റെ ഡിഫറൻസുകൾ നോക്കുകയാണെങ്കിൽ 2ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 3, 5ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് 4, 9ഉം 14 ഡിഫറൻസ് 5, 14ഉം 20ഉം തമ്മിലുള്ള ഡിഫറൻസ് 6. അപ്പോൾ ഡിഫറൻസുകൾ നോക്കുമ്പോൾ എന്താണ്? 3, 4, 5, 6. അപ്പോൾ അടുത്ത ഡിഫറൻസ് 7 ആയിരിക്കും. 20ഉം 7ഉം 27 ആയിരിക്കും അടുത്ത നമ്പർ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം റൂട്ട് ഓഫ് 48 ഇൻറ്റു റൂട്ട് ഓഫ് 27ൻ്റെ വില. റൂട്ട് ഓഫ് 48 ഇൻറ്റു റൂട്ട് ഓഫ് 27. അപ്പോൾ നമുക്കിതിനെ റൂട്ടിനകത്ത് 48 ഇൻറ്റു 27 എന്ന് എഴുതാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ 48 എനിക്ക് 4 ഇൻറ്റു 12 എന്ന് എഴുതാം. 48 എനിക്ക് 4 ഇൻറ്റു 12 എന്ന് എഴുതാം. ഇൻറ്റു 27 എനിക്ക് 3 ഇൻറ്റു 9 എന്ന് എഴുതാം അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ 4 ഇൻറ്റു 12 ഇൻറ്റു 3 എത്ര? 36 ഇൻറ്റു 9 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ റൂട്ട് 4 ഇൻറ്റു റൂട്ട് 36 ഇൻറ്റു റൂട്ട് 9. ഇതെല്ലാം അറിയുന്ന റൂട്ടാണ്. റൂട്ട് 4 2ആണ്, 36ൻ്റെ റൂട്ട് 6ആണ്, 9ൻ്റെ റൂട്ട് 3ആണ്. അപ്പോൾ 2 ഇൻറ്റു 6 12, 12 ഇൻറ്റു 3 36. ഫൈനൽ ആൻസർ എത്ര കിട്ടുക? 36. ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം ഒരാൾ 10 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് നടക്കുന്നു. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടക്കുന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 13 കിലോമീറ്റർ നടന്നാൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് അയാൾ നിൽക്കുന്നത്? ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. പടിഞ്ഞാറോട്ട് 10 കിലോമീറ്റർ നടന്നു. പടിഞ്ഞാറോട്ട് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് 10 കിലോമീറ്റർ നടന്നു. അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. ഇടത്തേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് 4 കിലോമീറ്റർ നടന്നു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞിട്ട് 13 കിലോമീറ്റർ നടന്നു. വീണ്ടും ഇടത്തേക്ക് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് 13 കിലോമീറ്റർ നടന്നു. തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഈ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇങ്ങോട്ട് ലംബമായിട്ട് യോജിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മട്ടത്രികോണം കിട്ടി അല്ലേ? ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് 4ആണ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 13ആണ്. അതിൽ തന്നെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10ആണ്. അപ്പോൾ ഇത് 3 ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഡി എന്ന് പറഞ്ഞാൽ കർണ്ണാണ്. ഒരു മട്ടത്രികോണല്ലേ, ഇതിൽ കർണ്ണാണ് ഡി. ഇത് ലംബം, ഇത് പാദം. അപ്പോൾ നമുക്ക് പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് കർണം സ്ക്വയർ ഈക്വൽ ടു ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. ദാറ്റ് ഈസ് 4ൻ്റെ സ്ക്വയർ 16 പ്ലസ് 9 ദാറ്റ് ഈസ് 25. ഡി സ്ക്വയർ എത്ര കിട്ടുക? 25. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ റൂട്ട് 25. റൂട്ട് 25 5. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 5 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക. 144, 625, 28, 36. ഇതിൽ ഒറ്റയാൻ ഏതാ? ഒറ്റയാൻ 28ആണ്. കാരണം ഇതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലേ. 144 എന്ന് പറഞ്ഞാൽ 12ൻ്റെ സ്ക്വയർ, 625 എന്ന് പറഞ്ഞാൽ 25ൻ്റെ സ്ക്വയർ, 36 എന്ന് പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയർ, 28 എന്തല്ല ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ 28 ആണെന്ത് ഒറ്റയാൻ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം എക്സ് പ്ലസ് 1/x = 3 ആയാൽ x² പ്ലസ് 1/x² എത്ര? അതായത് എക്സ് പ്ലസ് 1/x എന്ന് പറഞ്ഞാൽ 3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x² പ്ലസ് 1/x² എത്ര എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നതിലെ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3² വരും, ഇവിടെ ഇത് വരും. അപ്പോൾ ഇത് a+b² ഫോമിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? a² പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു b പ്ലസ് b² ഈക്വൽ ടു 9 അല്ലേ? അപ്പോൾ ഇതിൽ ഈ എക്സും ഈ എക്സും വെട്ടിപ്പോകും. സോ x² പ്ലസ് ഇവിടെ എന്തുണ്ട്? 1/x² ഉണ്ട്. പിന്നെ ഇവിടെ പ്ലസ് 2 ഉണ്ട്, 9. ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ x² പ്ലസ് 1/x² ഈക്വൽ ടു 9 മൈനസ് 2 7ആണ് വരിക. അപ്പോൾ ഇതല്ലേ നമുക്ക് കാണേണ്ടത്? x² പ്ലസ് 1/x² എത്രയാണ്? 7. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ,
അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 2:30 ആയാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? അപ്പോൾ ക്ലോക്കിലെ സമയം 2:30 മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ തീറ്റ ഈക്വൽ ടു 30h മൈനസ് 11/2 ഇൻറ്റു എം ആണ്. ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ 2 എം എന്ന് പറഞ്ഞാൽ 30 സോ തീറ്റ ഈക്വൽ ടു 30 ഇൻറ്റു എച്ച് 2 മൈനസ് 11/2 ഇൻറ്റു എം 30. ഈ 2ഉം 30ഉം വെട്ടിയ പിന്നെ ഇവിടെ 15 ഉണ്ടാവും. 30 ഇൻറ്റു 2 60 മൈനസ് 15 ഇൻറ്റു 11 നമുക്ക് എത്ര കിട്ടാം? 165 കിട്ടും അല്ലേ? അപ്പോൾ മൈനസ് 105 ഇവിടെ കിട്ടുക, ആൻസർ കിട്ടുക അല്ലേ? മൈനസ് 105. അപ്പോൾ നമ്മൾ ആ മൈനസ് ഒഴിവാക്കുകയാണെങ്കിൽ 105 ഡിഗ്രി. ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, 2007 ഡിസംബർ 8 ശനിയാഴ്ചയായാൽ 2006 ഡിസംബർ 8 ഏത് ദിവസമായിരിക്കും? 2007 ഡിസംബർ 8 ശനിയാഴ്ചയാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2006 ഡിസംബർ 8 ഏതാണ് ദിവസം എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2006 ഡിസംബർ 8 മുതൽ 2007 ഡിസംബർ 8 വരെ ടോട്ടൽ എത്ര ദിവസങ്ങളുണ്ടെന്നാണ് നോക്കേണ്ടത്. എന്നിട്ട് ആ ദിവസത്തെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരാഴ്ചയിൽ 7 ദിവസമാണ്. 7 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ദിവസങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരിക ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എത്രയാണോ വരുന്നത് അത്രയും ദിവസങ്ങൾ ശനിയിൽ നിന്ന് കുറക്കുക. കാരണം 2007 നിന്ന് 2006 പോകേണ്ടത്, നമ്മൾ ബാക്കിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ കുറക്കുക ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കറക്റ്റ് 2006 ഡിസംബർ 8 മുതൽ 2007 ഡിസംബർ 8 വരെ കറക്റ്റ് ഒരു വർഷമുള്ളത്. ഒരു വർഷത്തിൽ നമുക്കറിയാം എത്ര ദിവസമുള്ളത്? 365 ദിവസമുള്ളത്. 365നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുക. എത്ര? റിമൈൻഡർ 1 എന്ന് വെച്ചാൽ ശനിയിൽ നിന്ന് ഒരു ദിവസം കുറക്കണം. അപ്പോൾ ഇവിടുത്തെ ദിവസം എന്ന് പറയുന്നത് ഏതാണ്? വെള്ളിയാണ്, വെള്ളി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, 2.75 പ്ലസ് 4.25 മൈനസ് 3.00 എത്ര? 2.75 പ്ലസ് 4.25 മൈനസ് 3.00 ഇത് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് രണ്ടും കൂട്ടി വെക്കാം. രണ്ടും കൂട്ടുമ്പോൾ 5 പ്ലസ് 5 10 0 വരും, ശിഷ്ടം 1 വരും. 7 പ്ലസ് 2 9 9ഉം ശിഷ്ടം 1ഉം 10 0 ശിഷ്ടം വീണ്ടും 1 വരും. പോയിന്റ് 2 പ്ലസ് 4 6 6ഉം 1ഉം 7 മൈനസ് 3 7 നിന്ന് 3 പോയി കഴിഞ്ഞാൽ 4. നമ്മൾ ആൻസർ എത്രയാണ്? 4. ഓപ്ഷൻ ഡി 4. ഓക്കെ.